നിർഭന, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ CPIM-ന്റെ നേതൃയോഗങ്ങൾ എന്നുള്ളത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം 3 ദിവസമായി തുടരുന്ന സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കും. അതിനു മുമ്പ് വരുന്ന വിവരങ്ങളനുസരിച്ച് ഇന്ന് രാവിലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന ശേഷം സംസ്ഥാന സമിതി യോഗം വീണ്ടും തുടങ്ങും എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വളരെ വലിയൊരു തോൽവിയുണ്ട്, വലിയ തിരിച്ചടി CPIM അടങ്ങുന്ന LDF-ന് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങളിലേക്ക് മണ്ഡലം തിരിച്ച്, ഓരോ ലോക്സഭാ മണ്ഡലവും തിരിച്ച് എന്തുകൊണ്ടാണ് ഇത്ര വലിയ പരാജയം സംഭവിച്ചത്, വോട്ട് ചോർച്ച സംഭവിച്ചിട്ടുണ്ടോ, അതുപോലെ തന്നെ ഏതൊക്കെ ഘടകങ്ങൾക്ക് ഏത് തരത്തിലുള്ള വിഷയങ്ങളാണ്, പരിഗണനയാണ് വോട്ടർമാർക്ക് ലഭിച്ചിട്ടുണ്ട്, ഇത് സംബന്ധിച്ചുള്ളൊരു സമഗ്രമായ പരിശോധനയാണോ നടന്നു വരുന്നത്? നേതൃത്വം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതാകെയും വിശദമായി പരിശോധിക്കും, തിരുത്തലുണ്ടാകും, വേണ്ട നടപടികൾ സ്വീകരിക്കും, ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരുടെ വിമർശനത്തെ കൂടി പരിഗണിച്ചും തന്നെ മുന്നോട്ട് പോകും എന്നാണ് നേതൃത്വം നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ആ നിലയിലാണോ പോകുന്നത്? സ്വാഭാവികമായും CPIM-ൻ്റെ ഒരു സംഘടനാ രീതി അനുസരിച്ച് അതിൽ നിന്ന് വരുന്ന പല മാധ്യമങ്ങളും അതിനെ പിൻപറ്റിയൊക്കെ പല വാർത്തകളും എഴുതുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ച് പറയാൻ നമ്മളാളല്ല, കാരണം അത് ആ നിലയിൽ എടുക്കാനും കഴിയില്ല. പക്ഷേ അതിനുശേഷം ഒരുപക്ഷെ വേണമെങ്കിൽ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനം ഉണ്ടാകാം, വാർത്താക്കുറിപ്പുണ്ടാകാം. അതുപോലെ സീതാറാം യെച്ചൂരി അടക്കമുള്ള, കാരാട്ട് അടക്കമുള്ള നേതാക്കൾ, CPIM ജനറൽ സെക്രട്ടറി അടക്കമുള്ളവർ പങ്കെടുക്കുന്നുമുണ്ട് സംസ്ഥാന സമിതി യോഗത്തിൽ, അല്ലേ? ശരത്ത്, തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം വളരെ ഗൗരവമായി തന്നെയാണ് CPIM-ഉം ഇടതുമുന്നണിയും പരിഗണിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ശരത്ത് മുഖവരയായി സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഇക്കാര്യം തുറന്ന് സമ്മതിച്ചതാണ്. ഒപ്പം തന്നെ CPIM-ൻ്റെ ദേശീയ നേതൃത്വം സീതാറാം യെച്ചൂരി അടക്കം ഗൗരവമായി ഇത്തരം കാര്യങ്ങൾ, കേരളത്തിലെ വിഷയം ചർച്ച ചെയ്യും എന്ന കാര്യവും തന്നെ പറഞ്ഞു. അത് അത്തരത്തിൽ ബൂത്ത് അടിസ്ഥാനത്തിൽ ലഭിച്ച കണക്കുകൾ, മണ്ഡലാടിസ്ഥാനത്തിൽ അതാത് ജില്ലാ കമ്മിറ്റികൾ സ്വരൂപിച്ച കണക്കുകളൊക്കെ തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ റിപ്പോർട്ടായി CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി വച്ചത്. അത് 5 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന, 2 ദിവസം 16-17 ദിവസങ്ങളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നു. അതിനുശേഷമാണ് സംസ്ഥാന കമ്മിറ്റി യോഗം തുടരുന്നത്. ഇന്നാണ് സംസ്ഥാന കമ്മിറ്റി യോഗം അവസാനിക്കുക. ഇന്ന് ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള മറുപടി സംബന്ധിച്ച കാര്യങ്ങൾ ആലോചിക്കാൻ പൊതുവിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നിഗമനത്തിലെത്താനായിരിക്കും സ്വാഭാവികമായി ആദ്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുക. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. ശരത്ത് സൂചിപ്പിച്ചതുപോലെ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വൈകുന്നേരം വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദമാക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തെരഞ്ഞെടുപ്പിൻ്റെ തിരിച്ചടി സംബന്ധിച്ച വിവിധ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളൊക്കെ തന്നെ ഓരോ മണ്ഡലാടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ BJP-യുടെ മുന്നേറ്റത്തെ CPIM വളരെ ഗൗരവമായി കാണുന്നു. മുഖ്യമന്ത്രി അടക്കം ചില മണ്ഡലങ്ങളിൽ, 11 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP-ക്ക് മുന്നേറ്റമുണ്ടായത്. അതിലെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം UDF-ൻ്റെ വോട്ട് ചോർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ LDF-ൻ്റെ വോട്ടും വിവിധ ഭാഗങ്ങളിൽ ചോർന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ട് LDF-ന് അനുകൂലമായി ജനങ്ങൾ വിധി എഴുതിയില്ല? പൊതു സാഹചര്യത്തിൽ അത് ഒരു കാര്യം ഉറപ്പാണ് ശരത്ത്, കേന്ദ്രത്തിനെതിരെ BJP-ക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. ആ ഒഴുക്കിൽ സ്വാഭാവികമായി UDF-നെയാണ് പിന്തുണച്ചത്. എന്നാൽ മറ്റ് ചില സാഹചര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഈ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വലിയ തരത്തിലുള്ള ആശയക്കുഴപ്പമുണ്ടാക്കാൻ BJP-ക്കും കോൺഗ്രസിനും ഒരുപോലെ കഴിഞ്ഞു എന്നതാണ്. കേന്ദ്രം പൂർണ്ണമായി അവഗണിക്കുന്നു, സാമ്പത്തികമായി ഞെരിക്കുന്നു. ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ അതെല്ലാം സർക്കാരിൻ്റെ മേൽ കെട്ടിവെക്കാനുള്ള ശ്രമത്തിൽ UDF-ഉം BJP ഒരു പരിധിവരെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട്. അത്തരം പ്രതിസന്ധികളിലൊക്കെ മറികടക്കുന്നതിന് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത്? സർക്കാർ എന്ന നിലയിൽ എന്തൊക്കെ തിരുത്തലാണ് വരുത്തേണ്ടത്? പാർട്ടി സംവിധാനം അനുസരിച്ച്, സംഘടനാ സംവിധാനം വെച്ച് എന്ത് തിരുത്തലാണ് വരുത്തേണ്ടത് എന്ന സംബന്ധിച്ച വിശദമായ ചർച്ചയാണ് നടക്കുന്നത്. ഇന്ന് വൈകിട്ട് CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കും. സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഇന്ന് ഈ യോഗങ്ങളിലൊക്കെ തന്നെ മുഴുനീളം പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ശരിയായ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തിരുത്തൽ നടപടികൾ പാർട്ടിയിൽ നിന്നുണ്ടാകുമെന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരത്തെ പറഞ്ഞതാണ്. ഇന്ന് യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. ശരത്. ശരി, നിർഭനാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഇന്നത്തെ ഈ ദിവസം നമ്മുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന വാർത്തകൾ, അത് നിയമസഭാ സമ്മേളനത്തിൽ നിന്നായാലും, കോൺഗ്രസ് നേതൃയോഗത്തിൽ നിന്നായാലും, UDF ഏകോപന സമിതി യോഗത്തിൽ നിന്നായാലും, അതിനുശേഷം CPIM-ൻ്റെ സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കുന്നതിനെ തുടർന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിർഭൻ അങ്ങനെയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വളരെ പ്രധാനപ്പെട്ട വാർത്തകളും വിലയിരുത്തലുകളും ഒക്കെ വരാനിരിക്കുന്ന ഒരു ദിവസമാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് നിർഭൻ പങ്കുവച്ചത്.